Hello all, welcome back to the channel Easy Homework. I'm Krishna. In class 7 chapter Triangles and Properties revision one shot in the second part. So last class we triangle triangle exterior angle property. Okay. This is the property. So next one is angles and property of a triangle. So angles and property of a triangle is a triangle. Triangle മൂന്ന് ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ആംഗിൾ 1 ആംഗിൾ 2 ആംഗിൾ 3 ഈ ആംഗിൾ 1 ഉം ആംഗിൾ 2 ഉം ആംഗിൾ 3 ഉം കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾ സം എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രി പ്രോപ്പർട്ടിയുടെ പേര് എന്താണ് ആംഗിൾ സം പ്രോപ്പർ എല്ലാ പ്രോപ്പർട്ടിയുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കാരണം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ ഇപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടി ഇപ്പൊ നിങ്ങൾക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ആംഗിൾ സം 180 നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിന്റെ സം സബ്ട്രാക്ട് ചെയ്യുന്നത് സോ അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കണം ഏത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി ബ്രാക്കറ്റിൽ കൊടുക്കണം ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾ അറിയണം എന്താണ് ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ് അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി സിമ്പിൾ പ്രോപ്പർട്ടിയാണ് ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ചെയ്തു ഓക്കെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വരുന്ന 2 സ്പെഷ്യൽ ട്രയാംഗിൾസ് ആണ് സ്പെഷ്യൽ ട്രയാംഗിൾസിൻ്റെ അകത്ത് വരുന്നത് ഇക്വിലാറ്ററൽ ട്രയാംഗിളും ഐസോസിലസ് ട്രയാംഗിളും ആണ് ഓക്കെ സോ ഇക്വിലാറ്ററൽ ഏത് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ ആംഗിൾ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും 180 ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 1 ആംഗിൾ 2 ആംഗിൾ 3 ഈ മൂന്ന് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ മെഷർമെന്റ് ആയിരിക്കും അതായത് 183 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും 60 എന്ന് കിട്ടും അപ്പോൾ ഈ മൂന്ന് ആംഗിൾസും എത്രയായിരിക്കും 60 60 60 എന്നായിരിക്കും മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 180 ഡിഗ്രി കിട്ടും അപ്പോൾ നമുക്ക് പറയാം ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താണ് മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും മൂന്ന് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആർക്ക് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന് ഇതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ഇക്വിലാറ്ററൽ ട്രയാംഗിളിന് ഐസോസിലസ് ട്രയാംഗിളിന്റെ അകത്താണ് നമുക്ക് ഇച്ചിരി ഒന്ന് പഠിക്കാനുള്ളത് ഇക്വിലാറ്ററൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഐസോസിലസ് ട്രയാംഗിൾ ഐസോസിലസ് ട്രയാംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്താണ് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം ഐസോസിലസ് ട്രയാംഗിൾ എന്ന് വിളിക്കാം ഞാൻ PQR എന്ന് നെയിം ചെയ്യും ഇനി ഈ ഐസോസിലസ് ട്രയാംഗിളിന് ബേസ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ഈ ബേസ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈക്വൽ സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ ബേസ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നോക്കിയേ PR എന്ന് പറയുന്നത് ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ഇതാണ് അല്ലേ അപ്പോൾ ഒരു ബേസ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത ഈക്വൽ സൈഡ് ഏതാണ് PQ ഈ PQ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് R സോ ഇതാണ് എന്ത് നമ്മുടെ രണ്ടാമത്തെ ബേസ് ആംഗിൾ സോ ഈ രണ്ട് ആംഗിൾസും ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 2 ഈക്വൽ ആയിരിക്കും ആംഗിൾ 1 തന്നിട്ടുണ്ട് 60 ഡിഗ്രി എങ്കിൽ ആംഗിൾ 2 എത്രയായിരിക്കും 60 ഡിഗ്രി തന്നെ ആയിരിക്കും മനസ്സിലായോ എങ്ങനെ ബേസ് ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഈക്വൽ സൈഡ് ഉണ്ടെങ്കിൽ ആ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത് ബേസ് ആംഗിൾസ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐസോസിലസ് ട്രയാംഗിളിനെ കുറിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്പെഷ്യൽ കേസാണ് നമ്മൾ എടുത്ത് പഠിക്കണം ഡീറ്റെയിൽ വീഡിയോ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഐസോസിലസ് ട്രയാംഗിളിൻ്റെത് പല രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ഓക്കെ അപ്പോൾ മനസ്സിലാത്തൊരു റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാം മനസ്സിലായില്ല ഒന്നുകൂടി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതിന് പകരം എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ തന്നെ ഒന്നുകൂടെ കണ്ടു നോക്കാം മനസ്സിലായോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഈക്വൽ സൈഡ്സ് തന്നിട്ടുണ്ടാവും ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണോ അതാണ് എന്ത് അതിന്റെ ബേസ് ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഏതിൽ പഠിക്കേണ്ടത് ഇക്വിലാറ്ററലും അതുപോലെ തന്നെ ഐസോസിലസിന്റെ കാര്യത്തിലും പഠിക്കേണ്ടത് ഇക്വിലാറ്ററലിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് പിന്നെ സം ഓഫ് ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ അതായത് നമുക്ക് 3 മെഷർമെന്റ്സ് തന്നിട്ടുണ്ടാവും ഇത് നമ്മളോട് ചോദിക്കും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ട്രയാംഗിൾ ഫോം ചെയ്യാൻ പറ്റുമോ ഓക്കെ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രയാംഗിൾ ആണ് ABC അപ്പോൾ നമുക്ക് ABC എന്ന മെഷർമെന്റ്സ് ഉള്ള 3 സൈഡ്സ് തന്നിട്ടുണ്ട് ട്രയാംഗിളിന്റെ 3 സൈഡ്സ് എയും ബിയും സി ആണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് അതായത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന സം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡായ സിയെക്കാളും എന്താവണം ഗ്രേറ്റർ ആവണം മനസ്സിലായോ
ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ സം എടുക്കുമ്പോൾ മൂന്നാമത്തെ സൈഡിനെക്കാളും ഗ്രേറ്റർ കിട്ടണം. അത് ഒരെണ്ണം മാത്രമല്ല, നമ്മളിങ്ങനെ സൈക്ലിക് ഓർഡറിൽ എന്ത് ചെയ്യുക, ഇതിനെ ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ എയും ബിയും ആഡ് ചെയ്തെങ്കിൽ അടുത്ത ബിയും സിയും ആഡ് ചെയ്യണം. ബി സി ആഡ് ചെയ്യുമ്പോഴും എന്ത് കിട്ടണം, എയെക്കാളും ഗ്രേറ്റർ ആണെന്ന് കിട്ടണം. ഓക്കെ, ഇനി അടുത്ത സിയും എയും ആഡ് ചെയ്യുക. അതെന്താവണം, ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. ഇത് മൂന്നും ഗ്രേറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന എയും ബിയും സിയും വെച്ച് നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് ഈ മൂന്ന് മെഷർമെന്റ്സ് വെച്ച് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാ മനസ്സിലാവുന്നത്? മൂന്നും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. സൈക്ലിക് ഓർഡറിൽ എ പ്ലസ് ബി ചെയ്യണം, ബി പ്ലസ് സി ചെയ്യണം, സി പ്ലസ് എ ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണോ നിങ്ങൾ എടുക്കുന്നത് അത് മൂന്നാമത്തെ സൈഡിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം സം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് എന്താണ്, ട്രയാങ്കിളിന്റെ മെഷർമെന്റ്സ് ആണ്. ഓക്കെ ആണോ? ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും പൈതഗോറസ് പ്രോപ്പർട്ടി. അപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എവിടെയാണോ 90 ഡിഗ്രി ഫോം ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ്. ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന്. ഇത് രണ്ടും നമുക്ക് പേരിടാം. ഇത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പേരിടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ ഏറ്റവും വലുതെന്ന് പറയുന്നതില്, അപ്പൊ ഈ ഏറ്റവും വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഏത് ബേസ് ആണ് ഏത് ഓൾട്ടിറ്റ്യൂഡ് ആണ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ടാവും. ഇത് രണ്ടും ലെഗ് എന്ന് മാത്രമേ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. ഞാനിവിടെ ഓൾട്ടിറ്റ്യൂഡ്, ഇതൊരു ഹൈറ്റ് ആയതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് എടുത്തു, ഇതിനെ ഞാൻ ബേസ് എടുത്തു. മനസ്സിലായോ? അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് എന്താ പൈതഗോറസ് പ്രോപ്പർട്ടിക്കകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് തന്നു കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് സൈഡ്സിൽ ഏതെങ്കിലും തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. ഏറ്റവും വലുത് ഹൈപ്പോട്ടിന്യൂസ് ആയതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ബാക്കി രണ്ട് സൈഡ്സിന്റെയും സ്ക്വയേഴ്സിന്റെ സം ആഡ് ചെയ്തെടുക്കുക. ഇനി ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കാണേണ്ടതെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? ഇതാണ് എന്ത്, പൈതഗോറസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് എക്സസൈസിന്റെ അകത്തെ ലാഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ട്രീ ബ്രോക്കൺ അറ്റ് എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ 7 and 8 പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിളും ഡയഗണൽസ് ഓഫ് റോംബസും. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ ലെവലിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടിന്യൂസും ഓൾട്ടിറ്റ്യൂഡും ബേസും തന്നിട്ട് ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ റെയർ ആയിട്ടേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ മരം ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ മേളിൽ നിന്ന് ചില ഒടിഞ്ഞു വീഴുമ്പോൾ അത് എന്താ നമ്മുടെ ഈ ബേസ് അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഇത്ര ആംഗിൾ ഫോം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രയാങ്കിൾസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത്. ലാസ്റ്റ് നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതുവരെയുള്ള ഈ ട്രയാങ്കിൾസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ പറഞ്ഞുതരാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പുതിയൊരു ടോപ്പിക്കായിട്ടായിരിക്കും വരുന്നത്. സോ അതുവരേക്കും ബൈ.